ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു റെഡി സ്റ്റഡി ഗോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സെമസ്റ്ററിലെ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ടുള്ള മോഡേണിറ്റി, പോസ്റ്റ് മോഡേണിറ്റി, ഗ്ലോബലൈസേഷൻ, ദ നേഷൻ സ്റ്റേറ്റ്, ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്സ്, ഫണ്ടമെൻ്റലിസം, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം, മോഡേണിറ്റി. മോഡേണിറ്റി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ക്രിസ്ത്യൻ പ്രസൻറ്റിനെ പാഗൻ പാസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു മോഡേണിറ്റി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് മോഡേൺ ആയിരിക്കുക എന്ന ഈ ഒരു ഐഡിയ 17th and 18th സെഞ്ച്വറിയിലെ യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റുമായിട്ട് കൂടുതൽ ലിങ്ക്ഡ് ആയി. അതുപോലെ ആ കാലത്ത് ആളുകൾ ഇമോഷനും റിലീജിയസിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എംഫസൈസ്ഡ് റീസണും എംപെരിക്കൽ എവിഡൻസിനൊക്കെ ആയിരുന്നു ആ കാലത്ത് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 19th സെഞ്ച്വറി ആയപ്പോൾ മോഡേണിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടേം ഇൻഡസ്ട്രിയലൈസേഷൻ, ക്യാപിറ്റലിസം, ഇതൊക്കെയായിരുന്നു സിംബലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തെ വിളിക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മോഡേണിറ്റി എന്നായിരുന്നു. അതുപോലെ ജീവിതത്തിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസ് ആയിട്ടുള്ള വർക്ക്, ഹോം, റിലീജിയൻ, ലെഷർ, ഇതൊക്കെ എന്താ ചെയ്തു, വ്യത്യസ്തമായിട്ട് വേർതിരിക്കപ്പെട്ടു. അതുപോലെ ലേബർ ബിക്കെയിം ഇൻക്രീസിംഗ്ലി സ്പെഷ്യലൈസ്ഡ്, അതായത് നമുക്ക് നമ്മളുടെ എക്സ്പേർട്ടിനനുസരിച്ചുള്ള ജോലികൾ ചെയ്യാൻ തുടങ്ങി. അതുപോലെ ചികിത്സ, പഠിപ്പിക്കൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് സ്കൂൾസ്, ഹോസ്പിറ്റൽസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ കൂടിയപ്പോൾ അവിടെ എന്ത് ചെയ്തു, കൺസംഷനും കൂടി. അതുപോലെ ഈ ഒരു പീരീഡിൽ നമ്മളുടെ സോഷ്യൽ ലൈഫും വർക്ക് ലൈഫൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ എംഫസൈസിങ് എഫിഷ്യൻസി, അതുപോലെ റൂൾ ബേസ്ഡ് ഓർഡറൊക്കെ അതിൽ പ്രധാനപ്പെട്ടവയായി. അതുകൊണ്ട് തന്നെ അബ്നോർമൽ അല്ലെങ്കിൽ അൺപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൊസൈറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അതുപോലെ ഈ ഒരു പീരീഡിലായിരുന്നു പ്രിസൺസ്, ഹോസ്പിറ്റൽസ്, അസൈലംസ്, ഓൾഡ് ഏജ് ഹോംസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടായത്. അതായത് ഡീവിയൻ്റ് ആയിട്ട് കാണുന്ന ഇൻഡിവിജ്വൽസിനെ മോണിറ്റർ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസസ് ആയിട്ട് മാറി. മോഡേണിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ദ എമർജൻസ് ഓഫ് ദ മോഡേൺ സിറ്റി. ഈ സിറ്റികൾ ഒരു ഇൻഡസ്ട്രിയൽ ആൻഡ് കൾച്ചറൽ ഹബ്ബുകളായിട്ട് മാറി. അതുപോലെ ഈ സിറ്റികൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വെൽത്തി ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്നതും പുവർ ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയാസും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഗെറ്റോയിസേഷൻ എന്നാണ് പറയുന്നത്. മോഡേണിറ്റി ട്രഡീഷണൽ റൂട്ട്സിൽ നിന്നും ആളുകളെ വിട്ടു നിൽക്കാൻ കാരണമായി. അതുപോലെ ഫാമിലിയും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷനൊക്കെ വീക്കായി എന്നാണ് പറയുന്നത്. അതുപോലെ ഫോർഡിസ്റ്റ് മോഡലായിട്ടുള്ള ഒരു ലേബർ സിസ്റ്റം വർക്ക് പ്ലേസിലൊക്കെ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട്, ടു മാക്സിമൈസ് എഫിഷ്യൻസിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് വർക്ക് പ്ലേസിലെ ലേബർ സിസ്റ്റമായിട്ടുള്ള ഒരു ഫോർഡിസ്റ്റ് മോഡലൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ മോഡേണിറ്റി. നമുക്ക് പോസ്റ്റ് മോഡേണിറ്റി എന്താണെന്ന് നോക്കാം. നോക്കുക. പോസ്റ്റ് മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ മോഡേണിറ്റിക്ക് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട് വന്നിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ, ഇൻ്റലക്ച്വൽ കണ്ടീഷനെയാണ് പോസ്റ്റ് മോഡേണിറ്റി എന്ന് പറയുന്നത്. കൾച്ചറൽ സ്റ്റഡീസിൽ പോസ്റ്റ് മോഡേണിറ്റി വലിയ മാറ്റങ്ങളെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കൾച്ചറിനെയും ഐഡൻറ്റിറ്റിയെയും നോളജിനെയും ഒക്കെ കാണുന്ന ആ ഒരു രീതിയിൽ മാറ്റം വരുത്തുന്നുണ്ട്. അതുപോലെ ഈ ഒരു പീരീഡിൽ ഫിക്സ്ഡ് മീനിങ്സിനെയും യൂണിവേഴ്സൽ ട്രൂത്ത്സിനെയും ഒരേ വിധത്തിൽ സത്യമായി കാണുന്നത് കൃത്യമായി ചോദ്യം ചെയ്യുന്നു. പോസ്റ്റ് മോഡേണിറ്റിയിൽ പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസ്, മീനിങ്, ട്രൂത്ത് എല്ലാം ഉണ്ടാകാമെന്നാണ്. പോസ്റ്റ് മോഡേണിറ്റിയുടെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് പ്ലൂറലിസം. നമുക്കറിയാം പോസ്റ്റ് മോഡേണിറ്റി എന്ന് പറയുന്നത് മോഡേണിറ്റിക്ക് ശേഷം വന്നിട്ടുള്ള ഒരു ചിന്താഗതിയാണ് പോസ്റ്റ് മോഡേണിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടും അതുപോലെ ഡൈവേഴ്സ് നേച്ചറായിട്ടും ആണ് കാണുന്നത്. അതുപോലെ ഇത് സിംഗിളായിട്ടുള്ള റിയാലിറ്റിയെ ഇത് എതിർക്കുന്നു. പകരം ഇത് പല റിയാലിറ്റിയെയാണ് അംഗീകരിക്കുന്നത്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് ഒരേ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായ പ്രകാരമാണ് അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. സെക്കൻഡ് വൺ നോക്കാം, ഹൈപ്പർ റിയാലിറ്റി ആൻഡ് മീഡിയ സാച്ചുറേഷൻ. ജീൻ ബോഡ്രിലാർഡാണ് ഈ ഒരു ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇന്നത്തെ സൊസൈറ്റിയിൽ റിയാലിറ്റിയും അതിൻ്റെ റെപ്രസെൻറ്റേഷൻസും തമ്മിലുള്ള ബൗണ്ടറീസ് റീപ്ലേസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ മീഡിയ, സിമുലേഷൻസ്, ഇതിലൂടെയൊക്കെ സൃഷ്ടിക്കുന്ന റെപ്രസെൻറ്റേഷൻസ് റിയാലിറ്റിയേക്കാളും കൂടുതൽ യഥാർത്ഥമായിട്ട് തോന്നുന്ന ഈ ഒരു അവസ്ഥയെയാണ് ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്.
ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫിൽറ്റർ ഇട്ടിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ നമ്മളുടെ റിയാലിറ്റിയേക്കാൾ അത് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. ഇത് തന്നെയാണ് ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്. ഈ തേർഡ് വൺ നോക്കാം, ഇൻ്റർ ടെക്സ്ച്വാലിറ്റി ആൻഡ് പാസ്റ്റിഷ്. ഇൻ്റർ ടെക്സ്ച്വാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ പഴയ കഥകളും പുതിയ കഥകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റെമിക്സ് ചെയ്യും. ഇതിനെയാണ് ഇൻ്റർ ടെക്സ്ച്വാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കഥയിൽ തന്നെ മറ്റൊരു ഫേമസ് കഥയുടെ ഭാഗങ്ങളൊക്കെ കാണാം, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈല് ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പരാമർശിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇൻ്റർ ടെക്സ്ച്വാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ പാസ്റ്റിഷ് എന്താണെന്ന് വെച്ചാൽ, പാസ്റ്റിഷ് എന്ന് പറയുന്നതും ഇമിറ്റേഷൻ തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, പരിഹാസമോ അല്ലെങ്കിൽ വിമർശനമോ ഒന്നുമില്ലാതെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതിനെയാണ് പാസ്റ്റിഷ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പുതിയ സിനിമയിൽ പഴയ സിനിമയുടെ ആ ഒരു സ്റ്റൈലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പുനരാവിഷ്കരിക്കുന്നതൊക്കെ അതിൽ പെടും. ഓക്കെ, ഫോർത്ത് വൺ നോക്കാം, ഐഡൻറ്റിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി. അതായത് പോസ്റ്റ് മോഡേണിറ്റിയിൽ പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല, മറിച്ച് അത് എന്താണ്, സൊസൈറ്റി കൺസ്ട്രക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റേസ്, ജെൻഡർ, ക്ലാസ്, മീഡിയ ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിൽ ഉണ്ടാകുന്നതോ ആണെന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് വൺ നോക്കാം, ക്രിട്ടിക് ഓഫ് മെറ്റാ നറേറ്റീവ്സ്. നോക്കാം, മെറ്റാ നറേറ്റീവ്സ് എന്ന് പറയുന്നത് ലാർജ് ടോട്ടലൈസിങ് സ്റ്റോറീസിനെയാണ് മെറ്റാ നറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സയൻസ്, റിലീജിയൻ, പ്രോഗ്രസ് പോലെയുള്ള ലാർജ് ടോട്ടലൈസിങ് സ്റ്റോറീസ്. ജീൻ ഫ്രാങ്കോയിസ് പോലെയുള്ള തിങ്കേഴ്സൊക്കെ ആർഗ്യൂ ചെയ്യുന്നത് പോസ്റ്റ് മോഡേൺ പീരീഡ് മെറ്റാ നറേറ്റേഴ്സിന് ഒരു അവിശ്വാസം ഉള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ മോഡേണിറ്റി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സിക്സ്ത് വൺ നോക്കാം, കൾച്ചറൽ ഹൈബ്രിഡിറ്റി ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇന്ന് ലോകത്ത് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് തമ്മിൽ മിക്സിങ് ചെയ്ത് പോകുന്നുണ്ട്. നാഷണൽ ആൻഡ് ലോക്കൽ ബൗണ്ടറീസ് തമ്മിൽ ചേരുകയും നമുക്ക് ഏതാണ് ഒറിജിനൽ അല്ലെങ്കിൽ ഏതാണ് ഡെറിവേറ്റീവ് എന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. അതിന് ചില ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇപ്പോൾ രാജ്യങ്ങൾക്കിടയിൽ ട്രേഡിങ് കൂടുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റ് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ നമ്മൾ ട്രേഡിങ് ചെയ്യും. ഇത് ഒരു എക്സാമ്പിളാണ്. സെക്കൻഡ് വൺ നോക്കാം, അതായത് ലോകത്തെ എല്ലാ ഭാഗങ്ങളും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ എന്താണ്, എല്ലാവരും കണക്റ്റഡ് ആണ്. ഓക്കെ, തേർഡ് വൺ നോക്കാം, രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് അവരുടെ ആ ഒരു ബോർഡേഴ്സിൻ്റെ ഉള്ളിലും കുറയുന്നത്. ഫോർത്ത് വൺ, കൾച്ചർ, പൊളിറ്റിക്സ്, എക്കണോമിക്സിലൊക്കെ ഗ്ലോബൽ നെറ്റ്വർക്ക്സിൻ്റെ എമർജൻസ് ആണ് ഫോർത്ത് വണ്ണിൽ പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള IMF, ഗ്രീൻ പീസ്, ആംനസ്റ്റി ഇൻ്റർനാഷണലൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ഫിഫ്ത്ത് വൺ നോക്കാം, ഇതിൽ പറയുന്നത് വെസ്റ്റേൺ കൺസ്യൂമർ ഗുഡ്സും കൾച്ചറൽ പ്രൊഡക്ട്സൊക്കെ ഇന്ന് എന്താണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് മക്ഡൊണാൾഡൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മളുടെ വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ എല്ലായിടത്തും വന്നു എന്നതാണ്. ഓക്കെ, സ്കോളറായിട്ടുള്ള ഡേവിഡ് ഹെർവി പറയുന്നത് എൻലൈറ്റൻമെൻറ്റ് എറയിലെ സ്പേസ് ആൻഡ് ടൈം എന്നുള്ള ആ ഒരു ഐഡിയ ഇന്ന് മാറിയിരിക്കുന്നു. കാരണം പണം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വേഗത്തിൽ തന്നെ ലോകമാകെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു ഇതിനെ വിളിച്ചിരുന്നത് സ്പേസ് ടൈം കംപ്രഷൻ എന്നായിരുന്നു. അതേസമയം ഡേവിഡ് ഹെൽഡും മറ്റു സ്കോളേഴ്സും പറയുന്നത് ഗ്ലോബലൈസേഷൻ നമ്മളുടെ ലോകത്തെ ഫിസിക്കലി കണക്ട് ചെയ്താലും അതൊരു ഗ്ലോബൽ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റിയോ സൃഷ്ടിക്കുമെന്ന് പറയാനാകില്ല. കൾച്ചറൽ സ്റ്റഡീസ് ഗ്ലോബലൈസേഷനെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. അതിൽ ചില ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആണ് ഗ്ലോബൽ കൾച്ചർ, ഗ്ലോക്കലൈസേഷൻ, കൾച്ചറൽ ഹൈബ്രിഡൈസേഷൻ ആൻഡ് സൈബർ കൗണ്ടർ കൾച്ചറൊക്കെ. നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കുക, നേഷൻ സ്റ്റേറ്റ്. അതായത് രാജ്യങ്ങൾ ട്രഡീഷണലി റിസോഴ്സസിൻ്റെ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ മെക്കാനിസംസ് ഉപയോഗിച്ചിരുന്നു. ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഈ ഒരു പവർ ട്രാൻസ് നാഷണൽ കോർപ്പറേഷനുകൾക്ക് മാറുകയാണെങ്കിൽ നാഷൻ സ്റ്റേറ്റിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട പങ്ക് നഷ്ടപ്പെടും. അതുപോലെ എമേർജിങ് ഗ്ലോബൽ ഓർഡറിൽ ഗവൺമെൻറ് മറ്റ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഡിസിഷൻസ് എടുക്കുക, അല്ലെങ്കിൽ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലോക്കൽ ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ഗ്ലോബലൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നാഷൻ സ്റ്റേറ്റിൻ്റെ ഫിസിക്കൽ ബേസ് വീക്കൻ ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ബേസ് എന്ന് പറയുന്നത് സാമ്പത്തിക അടിസ്ഥാനത്തെയാണ് ഫിസിക്കൽ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഫലമായിട്ടാണ് സോഷ്യൽ പോളിസീസ് നടത്താനും എക്കണോമിക് ആക്ടിവിറ്റീസ് നിയന്ത്രിക്കാനും ആശ്രയിക്കുന്നത്. ഓക്കെ, അതുപോലെ നാഷണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഐക്യമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് നാഷണാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ
അതിൻ്റെ ബേസിക് ആയുള്ള സിവിൽ സോളിഡാരിറ്റി പോലും കുറയുകയാണ്. അതിനാൽ തന്നെ ഗവൺമെൻറ്റിന് ഞങ്ങൾ ആവശ്യമുള്ളവരാണെന്ന് പറയാൻ പോലും ബുദ്ധിമുട്ട് വരാം. അതായത് അവരുടെ ലെഗ്റ്റിമസി പ്രോബ്ലമാറ്റിക് ആകുന്നു. നെക്സ്റ്റ് നോക്കുക, ഗ്ലോബൽ സൊസൈറ്റിയുടെ മ്യൂച്വൽ ഇൻ്റർഡിപ്പെൻഡൻസ് വർദ്ധിക്കുന്നതോടെ ഓരോ രാജ്യവും നേരിടുന്ന പ്രശ്നങ്ങൾ നാഷണൽ പൊളിറ്റിക്സിലൂടെ മാത്രം പരിഹരിക്കാനാകുമെന്ന ധാരണ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസായിട്ട് ജുർഗൻ ഹാബർമാസ് പറയുന്നത് ഗ്ലോബൽ എക്കണോമിക് നെറ്റ്വർക്കിനെ പൊളിറ്റിക്കൽ കൺട്രോളിൻ്റെ കീഴിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അദ്ദേഹം വാദിക്കുന്നത് ഡെമോക്രാറ്റിക് ഗവർണൻസ് നാഷൻ സ്റ്റേറ്റിനകത്ത് മാത്രമായി പരിമിതപ്പെടുത്തേണ്ടതില്ല. ഹാബർമാസ് നമ്മളുടെ ഈ ഒരു ന്യൂ ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ നാഷൻ സ്റ്റേറ്റ് ഫേസ് ചെയ്യുന്ന 2 മേജർ ചാലഞ്ചസ് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ഇത് പറയുന്നില്ല. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഹാബർമാസ് ഈ ചാലഞ്ചസിന് 2 സൊല്യൂഷൻസും നിർദ്ദേശിക്കുന്നുണ്ട്. എന്നൊക്കെയൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ സിംപ്ലി പറയാന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ അവസരങ്ങൾ നൽകുക. അതായത് ഡിസിഷൻസ് എടുക്കുന്നത് പൊതു ചർച്ചയിലൂടെയും ജനങ്ങളുടെ പങ്കാളിത്തത്തിലൂടെയും സംഭവിക്കണം. നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിനും ഇടപെടാം. അങ്ങനെ ചെയ്യുമ്പോൾ ജനാധിപത്യം ഒരു രാജ്യത്തിനകത്ത് മാത്രമല്ല പുറത്തും നിലനിൽക്കും. സെക്കൻഡ് വൺ നോക്കാം. രാജ്യങ്ങൾ തമ്മിലുള്ള ഒരുമയുള്ള തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക രീതി ഉണ്ടാകണം. അതായത് രാജ്യങ്ങൾ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് മാത്രം നോക്കാതെ ലോകം മുഴുവൻ പരിഗണിക്കണം. അങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ മാത്രമുള്ള ബന്ധമാകാതെ, അതായത് ഇൻ്റർനാഷണൽ റിലേഷൻസ് മാത്രമാകാതെ എല്ലാവർക്കും നേട്ടം കൊടുക്കുന്ന ഒരു ഗ്ലോബൽ ഡൊമസ്റ്റിക് പോളിസി ആവണം. നാഷൻ സ്റ്റേറ്റിന് ഒരു വലിയൊരു ചാലഞ്ചായിട്ട് വരുന്നത് എത്നിക് ആൻഡ് മൈനോറിറ്റി ഗ്രൂപ്പ്സിൽ നിന്നാണ്. പ്രത്യേകിച്ച് സബാൾട്ടൺ കമ്മ്യൂണിറ്റിയുടെ റെസിസ്റ്റൻസിലൂടെയാണ്. ഇന്ത്യയിൽ ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റീസ്, വുമൻ, വർക്കിംഗ് ക്ലാസ് തുടങ്ങിയവരെ ഇന്ത്യൻ നാഷൻ കൺസ്ട്രക്ഷനിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നാഷൻ സ്റ്റേറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ സമൂഹത്തെ ഐക്യമായ ഒരു നാഷൻ സൊസൈറ്റി ആക്കുക എന്നതാണ് നാഷൻ സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഈ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ എലൈറ്റ്സ് നാഷണാലിറ്റി എന്ന് പറയുന്ന ആശയം ഉപയോഗിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു സൂപ്പർ കൾച്ചറൽ എൻറ്റൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് എത്നിക് മൈനോറിറ്റീസുകളുടെ എഡ്യൂക്കേഷൻ, കൾച്ചർ, സോഷ്യൽ പോളിസീസ് എന്നിവ വഴി ഒരേ നാഷണൽ കൾച്ചറിൽ ചേർക്കാനായിരുന്നു ശ്രമം. പക്ഷേ ഇതുപോലുള്ള ഫോഴ്സ്ഡ് ഹോമോജിനൈസേഷനിൽ, പ്രത്യേകിച്ച് ഹിന്ദു ബ്രഹ്മാണിക്കൽ ഡോമിനൻസിൽ ഈ ഒരു സബാൾട്ടൺ കമ്മ്യൂണിറ്റീസിന് ഒരു മാർജിനലൈസേഷൻ അല്ലെങ്കിൽ മൈനോറിറ്റൈസേഷൻ ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കി. അപ്പോൾ ഇതിനൊരു മറുപടിയായിട്ട് ഡങ്കൻ ഐവിസൺ എന്ന ഫിലോസഫർ പോസ്റ്റ് കൊളോണിയൽ ലിബറലിസം എന്ന ആശയം അവതരിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇൻഡിജീനിയസ് ആൻഡ് നോൺ ഇൻഡിജീനിയസ് പീപ്പിൾസ് തമ്മിൽ ഒരു മ്യൂച്വലി അക്സെപ്റ്റബിൾ കോ എക്സിസ്റ്റൻസ് ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനായിട്ട് അദ്ദേഹം ഇമ്പോർട്ടൻറ്റ് 5 ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. നോക്കാം. ഫസ്റ്റ് വണ്ണിൽ പറയുന്നത് ജനങ്ങൾക്കും രാഷ്ട്രീയത്തിലും സമൂഹത്തിലും പങ്കെടുക്കാൻ ഒരു അടിസ്ഥാന അവകാശം വേണം. സെക്കൻഡ് വൺ നോക്കാം. ജസ്റ്റിസിലേക്കുള്ള പല വഴികളും അംഗീകരിക്കുക. അതായത് പല മാർഗങ്ങളിലൂടെയും ജസ്റ്റിസ് നേടാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. തേർഡ് വൺ നോക്കാം. സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവകാശങ്ങളെ മനസ്സിലാക്കുക. നാലാമത്തെ നോക്കാം. ആളുകൾക്ക് അവരുടെ കഴിവുകൾ വളർത്താൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള അവസരങ്ങളും റിസോഴ്സൊക്കെ സമൂഹം തന്നെ നൽകുക. അഞ്ചാമത്തെ നോക്കാം. ഫ്രീഡത്തിൽ റിയൽ വേൾഡ് കണ്ടീഷൻസ് ഫോക്കസ് ചെയ്യുക, അല്ലാതെ ഉയർന്ന ആശയങ്ങൾ മാത്രം മതിയില്ല. ഇത്രയേ ഉള്ളൂ നാഷൻ സ്റ്റേറ്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്. ഹ്യൂമൻ ഹിസ്റ്ററികളിൽ സോഷ്യൽ മൂവ്മെൻറ്റ്സ് വളരെ വലിയൊരു പങ്കാണ് വഹിച്ചിരുന്നത്, പ്രത്യേകിച്ച് മോഡേണിറ്റിയുടെ റൈസിന് ശേഷം. സോഷ്യൽ മൂവ്മെൻറ്റിൽ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ് ഒരു മേജർ എക്സാമ്പിളായിട്ട് കാണാം. ഗ്രീൻ പീസ് പോലെയുള്ള ഓർഗനൈസേഷൻസ് രാഷ്ട്രീയമായി പോലും വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇതെന്താണ് സോഷ്യൽ മൂവ്മെൻറ്റ്സിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ്. സോഷ്യൽ മൂവ്മെൻറ്റ്സിൽ ഏറ്റവും ബന്ധമുള്ള ഒരു കോൺസെപ്റ്റാണ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. ഇത് സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ നേച്ചറാണ് ഉണ്ടാവുക. പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഡോമിനൻ്റ് കൾച്ചറൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ നോംസിനെയൊക്കെ ചോദ്യം ചെയ്യുന്നതിനെയാണ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് ആയാലും കളക്റ്റീവ്സ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റും. സോഷ്യൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് എഫേർട്ടിനെയാണ് സോഷ്യൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് ഔട്ട്സൈഡ് ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്സിലൊക്കെയാണ് ഇത് സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. ഇതിൻ്റെ പ്രധാന എയിം എന്ന് പറയുന്നത് അധികാരത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലുള്ള സോഷ്യൽ ആൻഡ് കൾച്ചറൽ സിസ്റ്റത്തിൽ മാറ്റം ആവശ്യപ്പെടുകയോ ചെയ്യുകയാണ്.
അപ്പോൾ ഇത്തരം മൂവ്മെൻറ്റ്സ് ചിലപ്പോൾ സ്പോണ്ടാനിയസ് കളക്റ്റീവ് ആക്ഷനും സ്ട്രക്ചേർഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസും തമ്മിലുള്ള ബൗണ്ടറീസ് ഒരുപോലെ ബ്ലർ ചെയ്യുന്നവയാണ്. ഇവ സൊസൈറ്റിയിൽ പ്രത്യേക പ്രശ്നങ്ങളിൽ കോമൺ ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് പ്രകടിപ്പിക്കുന്നു. അതുപോലെ മറ്റൊരു കാര്യം നോക്കുക, ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്സിന് ഒരു പ്രത്യേകമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. റിജക്ഷൻ ഓഫ് അതോറിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ അധികാര ചിഹ്നങ്ങൾ എന്ത് ചെയ്യുക, നിഷേധിക്കുക. നെക്സ്റ്റ് വൺ ഡെമോക്രാറ്റിക് ആൻഡ് ആക്ടിവിസ്റ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യപരവും സജീവവുമായ സമീപനം എന്ത് ചെയ്യുക, സ്വീകരിക്കുക. നെക്സ്റ്റ് നോക്കുക, അഡാപ്റ്റബിലിറ്റി ആൻഡ് ആൻ എംഫസിസ് ഓൺ പാർട്ടിസിപ്പേറ്ററി എൻഗേജ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റ്സ് എല്ലാം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ അതിന് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്, വുമൻസ് മൂവ്മെൻറ്റ്, ഗേ ആൻഡ് ലെസ്ബിയൻ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഒക്കെ അതിന് എക്സാമ്പിൾസാണ്. ഈ മൂവ്മെൻറ്റ്സ് എല്ലാം ഹിസ്റ്റോറിക്കലി എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ആളുകളുടെ, അതായത് അവരുടെ റേഷ്യൽ, ജെൻഡർ, സെക്ഷൽ ഐഡൻറ്റിറ്റീസ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് വെച്ചാൽ ഡോമിനൻ്റ് കൾച്ചറൽ നോംസിനെ ചാലഞ്ച് ചെയ്യാനും റെസിസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. ഐഡൻറ്റിറ്റി ബേസ്ഡ് മൂവ്മെൻറ്റ്സ് സാധാരണയായിട്ട് ജെൻഡർ, സെക്ഷൽ ഓറിയൻറ്റേഷൻ, എത്നിസിറ്റി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സോഷ്യൽ റെക്കഗ്നിഷനും ഇക്വാലിറ്റിയുമാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മുടെ ലാസ്റ്റ് കോൺസെപ്റ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റലിസം നോക്കാം. ഓക്കെ, ഫണ്ടമെൻ്റലിസം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കർശനമായ മാറ്റങ്ങളൊന്നും അംഗീകരിക്കാത്ത ഒരു സമീപനമാണ് ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത്. അതായത് മറ്റ് ആശയങ്ങളെയും ജീവിത ശൈലികളെയും ഒക്കെ എന്ത് ചെയ്യുക, തള്ളിക്കളയുന്ന ആ ഒരു രീതിയാണ് ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത്. ഓക്കെ, കൾച്ചറൽ സ്റ്റഡീസിൽ ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത് നമ്മളുടെ എവരിഡേ ലൈഫിൽ അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് മീനിങ്ങും എന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് പുറമെ അതിൻ്റെ ആഴത്തിലുള്ള പഠനമായാണ് കാണപ്പെടുന്നത്. അതിനാൽ ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത് ഒരു പ്രധാന വിഷയമാണ്. ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത് മോഡേണൈസേഷന് ഒരു റിയാക്ഷണറി മൂവ്മെൻ്റ് ആയിട്ട് വന്ന അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് വന്നിട്ടുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സിലും ട്രഡീഷണൽ പ്രാക്ടീസസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കർശനമായിട്ട് വിശ്വാസം പാലിക്കലാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ജീവിതശൈലി അപകടത്തിൽപ്പെട്ടതായി കരുതുന്നവർ അതിനെ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു. ഫണ്ടമെൻ്റലിസം ഡീപ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മതപരമായ ദൈവഭക്തിയൊക്കെ ഉള്ള ആളുകളിലാണ് ഇത് എന്ത് ചെയ്യുക, ആഴത്തിൽ നടപ്പിലാക്കുന്നത്. ചില ഫണ്ടമെൻ്റലിസ്റ്റ് ഐഡിയോളജീസിൻ്റെ വിശ്വാസം എന്തെന്ന് വെച്ചാൽ ചില റിലീജിയസ് ടെക്സ്റ്റുകൾ അതുപോലെ സോഴ്സസ് ഓഫ് നോളജ് ഇതൊക്കെ എന്താണ്, കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ പൂർണ്ണമായും ശരിയാണ്, അല്ലെങ്കിൽ ഇതിൽ എറർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നതാണ്. ഇവ ഇൻഡിവിജ്വലിൻ്റെയും സൊസൈറ്റിയുടെയും ഒക്കെ ലൈഫ് ശരിയായ രീതിയിൽ നടത്താനുള്ള ഒരു ഗൈഡൻസ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. സ്റ്റീവ് ബ്രൂസ് എന്ന് പറയുന്ന സ്കോളർ പറയുന്നത് നോക്കുക. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ടെക്സ്റ്റൽ അതോറിറ്റി ഒരു ഹെർമിനിയോട്ടിക് ആണെന്നാണ് പറയുന്നത്. ഹെർമിനിയോട്ടിക് എന്ന് പറയുന്നത് അർത്ഥത്തിൻ്റെ വായനാശൈലി എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇത് വെസ്റ്റിലെ പ്രിൻ്റ് കൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയതും കൂടിയാണ്. അതുപോലെ ഫണ്ടമെൻ്റലിസ്റ്റ് മൂവ്മെൻറ്റ്സ് പലപ്പോഴും റിലീജിയൻ്റെ യഥാർത്ഥ രൂപത്തിലേക്കുള്ള തിരിച്ചുപോകൽ ആവശ്യപ്പെടുന്നു. അഥവാ ഒരു കാലത്തുണ്ടായിരുന്നു എന്ന ഗോൾഡ് ഏജിലേക്ക് തിരിച്ചു പോകാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ഈ മൂവ്മെൻറ്റ്സ് പഴയതിനെ തിരികെ കൊണ്ടുവരാൻ മാത്രമുള്ളതല്ല, മറിച്ച് കുറേ കാലങ്ങളായി സംഭവിച്ച സൊസൈറ്റൽ ട്രാൻസ്ഫോർമേഷനെ കണ്ട് പഴയ മതവിശ്വാസങ്ങളെ വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇത് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കണ്ടിന്യൂറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ശക്തമായി പ്രതികരിക്കുന്നു. മോഡേണൈസേഷൻ വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിൽ ഫണ്ടമെൻ്റലിസത്തിൻ്റെ റൈസിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് കാണപ്പെടുന്നു. പലർക്കും ഇതൊരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയുടെ ഐഡിയോളജി ആയിട്ട് തോന്നുമെങ്കിലും 20th സെഞ്ച്വറികളിലെ ഫണ്ടമെൻ്റലിസ്റ്റ് മൂവ്മെൻറ്റുകൾ പലതും പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ റിയാക്ഷണറി മൂവ്മെൻ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഫണ്ടമെൻ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സാക്രഡ് ടെക്സ്റ്റുകൾ കൃത്യവും സത്യവുമാണെന്ന് എന്ത് ചെയ്യുക, വിശ്വസിക്കുക. സെക്കൻഡ് വൺ നോക്കുക, നമ്മൾ സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് വരുന്നത് നമുക്ക് ഭീഷണിയാണെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യുക. തേർഡ് വണ്ണിൽ എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും അംഗീകരിക്കാത്തതും പിന്നെ സത്യം നമ്മളോട് മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു സമീപനത്തെയാണ് തേർഡ് വണ്ണിൽ പറയുന്നത്. ഫോർത്ത് വണ്ണിൽ എന്താണെന്ന് വെച്ചാൽ അതായത് എക്സിസ്റ്റിംഗ് കൾച്ചറൽ കണ്ടീഷൻസ് തെറ്റാണെന്നും പിന്നെ പുതിയ ജീവിത രീതികളൊക്കെ മോശമാണെന്നാണ് ഇവരുടെ വിശ്വാസം. അഞ്ചാമത് നോക്കുക, അതായത് പഴയ പാരമ്പര്യങ്ങളെ തിരഞ്ഞെടുത്ത് അത് പിന്തുടരാൻ ശ്രമിക്കുക.
അത് ചിലപ്പോൾ എങ്ങനെയും വരാം, പുതിയ രീതിയിൽ പഴയതിനെ മാറ്റം വരുത്തിയും കാണിക്കും. ഓക്കെ, 6th വൺ നോക്കാം. രാജ്യത്തിൻ്റെ നിയമങ്ങളും സംവിധാനങ്ങളും മാറ്റി ഫണ്ടമെൻ്റലിസ്റ്റ് ഒബ്ജക്റ്റീവ്സ് നടപ്പാക്കാനുള്ള ശ്രമമാണ് 6ൽ പറയുന്നത്. 7th വൺ നോക്കാം. ഒരു ശക്തമായിട്ടുള്ള ഒരു ലീഡറെ ആശ്രയിച്ചിട്ടുള്ള മൂവ്മെൻറ്റ്, ആ നേതാവാണ് എല്ലാവരെയും എന്ത് ചെയ്യുന്നത്, വഴി നടത്തുന്നത്. അപ്പോൾ ഇതാണ് 7th പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മൊഡ്യൂൾ 2 ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.